ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണുള്ളത്. അപ്പം നമ്മളൊരു ക്രൂസ് ജേണിക്ക് പോവുകയാണ് ടു ദ അറേബ്യൻ സീ. അതിന് മുമ്പായിട്ട് നമ്മളിന്ന് മറൈൻ ഡ്രൈവ് എക്സ്പ്ലോർ ചെയ്തിട്ടാവാമെന്ന് വിചാരിച്ചു. മറൈൻ ഡ്രൈവ് നമുക്കൊരു പുതിയ കാര്യമല്ല, എങ്കിലും ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം വന്നിരിക്കുകയാണ് ഞാൻ മറൈൻ ഡ്രൈവിൽ. അപ്പം ഞാനും ഫാമിലിയാണുള്ളത്. അപ്പം നമ്മൾക്ക് മറൈൻ ഡ്രൈവ് ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, എന്നിട്ട് അറേബ്യൻ സീയിലോട്ട് ഒരു ക്രൂസ് ട്രിപ്പ്. മറൈൻ ഡ്രൈവ് പഴയ മറൈൻ ഡ്രൈവ് അല്ല എന്നൊന്നും പറയുന്നില്ല. മറൈൻ ഡ്രൈവ് പഴയ മറൈൻ ഡ്രൈവ് തന്നെ. ആ ഒരു പഴയ വൈബും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എനിക്കെന്തായാലും ഭയങ്കര ഒരു റിഫ്രഷിങ് മൂഡായിരുന്നു അവിടെ. പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ പോയിട്ട്. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. നമുക്കവിടെ ലൈവായിട്ട് അവർ നമ്മളവിടെ ഇരുന്നാൽ നമുക്ക് പടമൊക്കെ വരച്ച് തരും. ഞാനൊരു 2-3 ചേട്ടന്മാരെ കണ്ടു പടം വരച്ച് തരുന്നത്. ട്രൈ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് നമ്മുടെ ക്രൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ യെല്ലോ കളറിലെ ക്രൂസാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, മിനാർ ടു ദ അറേബ്യൻ സീ. അപ്പം നമ്മളിവിടെ എപ്പോഴും വരുമ്പോഴേക്കും നമുക്ക് കാണാമല്ലോ, ഒരുപാട് ബോട്ട് ഉണ്ടാവും. അവരിങ്ങനെ ജസ്റ്റ് 1 hour ട്രിപ്പ്, 30 minutes ട്രിപ്പിൽ പല ബോട്ടും നമുക്ക് സർവീസ് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ട് ഞാൻ ചൂസ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ കുറേ വൈറലായിട്ട് വീഡിയോ ഒക്കെ കണ്ടത് എന്ന് സെലക്ട് ചെയ്തതാണ്. ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം അവിടെ ഉള്ളതിൽ. ഇതൊരു അടിപൊളി ഷിപ്പ് കൈൻഡ് ഓഫ് സെറ്റപ്പാണ്. ഒത്തിരി വലിയൊരു ക്രൂസാണത്. ഇത് നമുക്ക് അറേബ്യൻ സീൻ്റെ ഉള്ളിൽ വരെ അവർ നമ്മളെ കൊണ്ടുപോകും. ബാക്കിയുള്ള ബോട്ട്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഒരു ഫോർട്ട് കൊച്ചി വരെയൊക്കെ പോയിട്ട് തിരിച്ചു വരും. ഇതങ്ങനെയല്ല, നമുക്ക് അറേബ്യൻ സീയിലോട്ടും പെർമിറ്റുള്ള ഒരു ക്രൂസാണ്. അപ്പോൾ ഞാനിത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോൺ വിളിച്ചിട്ടായിരുന്നു. അപ്പം ഡയറക്റ്റ് നമ്മൾ ഇവിടെ വരുമ്പോഴാണ്, ആ ബോർഡിംഗ് പോയിൻറ്റിൽ നിന്നാണ് നമുക്കിതിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇവരുടെ പ്രൊസീജിയേഴ്സ് എല്ലാം ഭയങ്കര സ്മൂത്താണ്. നല്ലൊരു ബോർഡിംഗ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്കത് വെക്കാനുള്ള സ്പേസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഇവർക്ക് ഡെയിലി 5 ട്രിപ്പുകളാണ് ഉള്ളത്. അതിൽ രാവിലെ ഒരു സൺറൈസ് ട്രിപ്പ്, പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ട്രിപ്പ്, പിന്നെ വന്നിട്ട് ലഞ്ച്, ഈവനിങ് സൺസെറ്റ് ട്രിപ്പ്, പിന്നെ ഫൈനലി ഡിന്നർ ട്രിപ്പ്. ഇങ്ങനെയാണ് അവരുടെ ട്രിപ്പിൻ്റെ പേരുകളൊക്കെ. നമ്മളിവരെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവരതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൺസെറ്റ് ആ ഒരു ട്രിപ്പായിരുന്നു. സോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ഇവിടെ എത്തി. ഐ തിങ്ക് ഞാൻ 2:30-3:30 ടൈം മറന്നുപോയി. ഓൾമോസ്റ്റ് ആ ഒരു ടൈം തൊട്ട് ഒരു 5 മണി വരെ ആയിരുന്നു ഈ ഒരു ട്രിപ്പിൻ്റെ സമയം. 2 മണിക്കൂറാണ് ഈ ഒരു ട്രിപ്പിൻ്റെ സമയം. അപ്പം 3 മണിക്കാണ് ഐ തിങ്ക് ഇത് എടുത്തത്. നമ്മൾ 2:30 അവിടെ എത്തണമായിരുന്നു. അപ്പം നമ്മൾ ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ മേളിലത്തെ നിലയിലോട്ട് അവർ നമ്മളെ ഡയറക്റ്റ് ചെയ്യും. മേളിലുള്ള വ്യൂ ഒക്കെ കണ്ട് ഫുള്ള് ഒരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കൂടുതലും ഫാമിലിയാണ്. ദൂരത്തു നിന്നൊക്കെ വരുന്ന ഒരു ഫുൾ ടീമൊക്കെ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം. അപ്പം ഷിപ്പ് എടുത്തിരിക്കുകയാണ്, പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. എനിക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കപ്പലിലുള്ളൊരു യാത്ര. നമ്മൾ ഈ ഷിപ്പിൻ്റെ ഓപ്പൺ ഡെക്ക് സീറ്റിങ്ങിൽ ഇരുന്നിട്ട് ഇനി നമ്മൾ കൊച്ചി കായലിലൂടെ നമ്മൾ കൊച്ചിയുടെ ഭംഗി ആസ്വദിക്കാൻ പോവുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ അറേബ്യൻ സീയിലെത്തും. അപ്പോൾ കൊച്ചിയുടെ ഭംഗിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈവനിങ് ടൈമിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെതറൊക്കെ അടിപൊളിയായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ സൺലൈറ്റ്സ് എല്ലാം വരുന്നത്, ആ ഒരു റേസ് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ വാട്ടർ മെട്രോയുടെ ഹൈക്കോർട്ടിലെ ആ ഒരു ബോട്ട് ജെട്ടി. അപ്പം
ഇവിടുന്ന് അങ്ങോട്ട് ജേണി തുടങ്ങുന്നത് നമ്മൾ ഫസ്റ്റ് അവിടുന്ന് എടുത്തു കഴിയുമ്പോഴത്തേനും അതാണ് ആദ്യം കാണുന്നത്. പിന്നെ നേരെ ബോൾഗാട്ടി ആ ഒരു സൈഡിലോട്ടാണ് പോകുന്നത്. ബോൾഗാട്ടി, വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, അങ്ങനെയാണ് യാത്ര. ബോട്ടെടുത്ത് നമ്മൾ വ്യൂ ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും നമുക്കുള്ള ചായയും സ്നാക്സും എത്തിയിട്ടുണ്ടാവും. പിന്നെയാണെങ്കിൽ നമുക്കൊരു ഇൻസ്ട്രക്ടറുണ്ട്. ഇൻസ്ട്രക്ടർ വന്നിട്ട് ഈ പോകുന്ന വഴിയിലൂടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്ന ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ബോൾഗാട്ടി ആയാലും വൈപ്പിനായാലും പിന്നെ ഷിപ്പുകൾ, ഓരോരോ ഷിപ്പിനെ പറ്റി അവിടെ നമുക്ക് അന്നേരം കാണാൻ കഴിയുന്ന ഷിപ്പുകളും അതിൻ്റെ സ്പെഷ്യാലിറ്റിയും, മൊത്തത്തിൽ കൊച്ചിയുടെ സ്പെഷ്യാലിറ്റിയും, പിന്നെ വില്ലിംഗ്ടൺ ഐലൻഡിനെ പറ്റിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലും പറഞ്ഞു തരും. ഇപ്പോൾ നമ്മുടെ കൂടെ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന അല്ലെങ്കിൽ മലയാളം അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിൽ ട്രൈ ടു കൺവേ ഇൻ ദാറ്റ് ലാംഗ്വേജ് ഓൾസോ. അപ്പം അതൊരു ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഏത് ആൾക്കാർക്കും ഈ ഒരു ട്രിപ്പ് ചൂസ് ചെയ്യാം എന്നാണ് എനിക്ക് ഫീലായത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ ദ ടൈം. ഇപ്പോൾ വന്നിട്ട് നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡ് ഭാഗത്തോട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്കവിടെ താജും അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റി. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആ ട്രിപ്പിൽ അയാൾ പറഞ്ഞു തന്നപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. സോ ഈ ട്രിപ്പിൽ ഇൻഫർമേഷൻസ് മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റും ഉണ്ടായിരുന്നു. ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു, DJ ഉണ്ടായിരുന്നു, പിന്നെ സോങ് ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു ലൈവ് പെർഫോമൻസ് ആയിട്ട് പാട്ട് പാടാൻ ആളുണ്ടായിരുന്നു. പിന്നെ ഒരു മെൻ്റലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മെൻ്റലിസ്റ്റിൻ്റെ കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എല്ലാവരും നല്ല എൻഗേജ്ഡ് ആയിരുന്നു, എനർജറ്റിക് ആയിരുന്നു ട്രിപ്പിൽ. പിന്നെ കുറച്ച് വ്യൂസ് എല്ലാം നമുക്ക് അവിടെ എണീറ്റ് നിന്ന് കാണാം. ഫ്രണ്ടിൽ പോയിട്ട് വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അവർ നന്നായിട്ട് എല്ലാവരും എൻഗേജ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എൻജോയ് ചെയ്യേണ്ടവർക്ക് അത് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം, നിന്ന് എൻജോയ് ചെയ്യാം, എന്ത് വേണേൽ ചെയ്യാം. പക്ഷേ വ്യൂ ആണ് കാണാൻ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചെങ്കിൽ നമ്മളിങ്ങനെ നിന്ന് തന്നെ കാണണം. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കതൊന്ന് ഫ്രണ്ടിൽ, ആ ഒരു ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ, നമ്മുടെ ടൈറ്റാനിക്കിലൊക്കെ കാണുന്ന ജാക്കും റോസും ഒക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയി നിന്നിട്ടൊന്ന് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എണീക്കാൻ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഒരുവിധം നമ്മൾ ഞാനൊരുവിധം അങ്ങോട്ടേക്ക് എത്തി. നല്ല അടിപൊളി കാറ്റായിരുന്നു. ഞാനവിടെ ചെന്നപ്പോഴേക്കും ഒത്തിരി ആൾക്കാർ ഓൾറെഡി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ആലോചിക്കായിരുന്നു ഞാൻ ആദ്യമേ ഇവിടെ വന്ന് നിൽക്കണമായിരുന്നു. അങ്ങനെ തോന്നിപ്പോയി ആ ഒരു സ്ഥലം. നല്ല അടിപൊളി വ്യൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഷിപ്പ് നമ്മുടെ അറേബ്യൻ സീ മൗത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും അത് അറിയാൻ പറ്റും. നമ്മൾ ഇരിക്കുന്ന ഫുള്ളായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല വേവ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഒട്ടും എണീക്കാൻ പറ്റത്തില്ല. കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് ഒട്ടും എണീക്കാൻ പറ്റത്തില്ല. നമ്മൾ വീണ് പോകും, നമുക്ക് ബാലൻസ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ട് നടന്ന് ആ ഫ്രണ്ട് വ്യൂവിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഡയറക്റ്റ് നമ്മൾ സീയിലോട്ട് നോക്കിയാൽ ഒന്നുമില്ല, ദാറ്റ് ഇസ് നത്തിങ് ടു സീ. ഒന്നുമില്ല അപ്പുറത്ത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു വ്യൂവിലോട്ട് ഫൈനലി എത്തുമ്പോഴേക്കും ഒരു പ്രത്യേക ഫീലായിരുന്നു. നമ്മൾ അത്രയും അടുത്തോട്ട് എത്തി തുടങ്ങിയപ്പോഴേക്കും തന്നെ വാട്ടറിൻ്റെ കളറൊക്കെ ചേഞ്ചായി. രണ്ട് സൈഡിലും ഇപ്പോഴും നമുക്ക് വൈപ്പിനും ഇപ്പോഴത്തെ ഫോട്ടോ വെച്ചും കാണാം.
എങ്കിലും the straight view is nothing. It's Arabian Sea. ഞാനിപ്പോൾ ഷിപ്പിൻ്റെ താഴത്തെ ഫ്ലോറിലാണുള്ളത്. ഇവിടെ അവർക്കൊരു ഇൻഡോർ സ്പേസും വാഷ്റൂമും ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. നമുക്കിവിടെയും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഇൻഡോറിൽ നല്ല അടിപൊളി DJ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഫുൾ ഫാമിലിയാണ്, ഫാമിലി ഒക്കെ തകർക്കുവാണ്. ഫുള്ള് ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അത് എൻജോയ് ചെയ്യാം, അല്ലാത്തവർക്ക് വ്യൂ കാണാം. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. ഞാൻ എന്തായാലും ഈ കൊച്ചി ടു അറേബ്യൻ സീ ക്രൂസ് ഷിപ്പ് ജേണി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതെനിക്കൊരു ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം ആയിരുന്നു, ദ ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തു. അപ്പം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഇഫ് യു ഗൈസ് നീഡ് മോർ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഷെയർ വിത്ത് യു. അപ്പം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, comment, subscribe to my channel and keep supporting. Bye bye.